ഋഷോട്ടാ, ഋഷോട്ടാ, ഭയങ്കര രസം, ഭയങ്കര രസം. എന്തോന്നാടാ? ഉന്തലും തള്ളലും മത്സരം. എന്ത് മത്സരം? ഉന്തലും തള്ളലും മത്സരം. ഒന്ന് ചേട്ടന്റെ അളിയനും രമേശനും തമ്മിൽ ഭയങ്കര ഉന്തലും തള്ളലും. ഒന്ന് തെളിച്ചു പറയാടാ കുക്കുരു. അവകാശ തർക്കം. ഈ പത്മകുമാറും രമേശനും തമ്മിൽ പരസ്പരം തള്ളി 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 പോകുന്നു. ഇവന്മാരെ കൊണ്ട് തോറ്റു. എവിടെങ്കിലും വീണ് കൈയും കാലും ഒടിഞ്ഞിരുന്നെങ്കിൽ സ്വസ്ഥത കിട്ടിയേനെ. എവിടെ സതിച്ചേച്ചി? എവിടെ? അനിയന്റെ വിഷയം ചേച്ചിയോട് പറയട്ടെ. സതി മറിയിച്ചെടുത്ത് കാണാൻ പോയിരിക്കും. ചേട്ടത്തി, കുറച്ച് പേപ്പേഴ്സ് ഈ ആഴ്ച തന്നെ പോകാനുള്ളതാ. തന്നെ. എന്താ? അല്ല, മറിയ ചേട്ടത്തിയുടെ ജോലിയെക്കുറിച്ച് ഓർക്കുമായിരുന്നേ. എന്തൊരു സുഖമാ. ഒന്ന് നോക്കുക, ഉടനെ ഒപ്പിടുക. അതിന് കിട്ടുന്ന ശമ്പളമല്ല ലാഭമൊക്കെ മറിയ ചേട്ടത്തിക്ക് തന്നെയല്ലേ? അത് നേരെ. മറിയ ചേട്ടത്തിയുടെ പോലെ ഈസിയായ ജോലി വല്ലതും ആയിരുന്നെങ്കിൽ ചേട്ടത്തിക്ക് കിട്ടുന്നതിന്റെ പകുതി ശമ്പളം കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ ചെയ്തേനെ. അത് കൊള്ളാവല്ലോ. അയ്യോ, ചേട്ടത്തി ഉപദ്രവിക്കല്ലേ, പ്ലീസ് പ്ലീസ്. ഞാൻ പറഞ്ഞു അങ്ങ് പിൻവലിച്ചേക്കാം. എന്തോന്ന് പറഞ്ഞത്? പിൻവലിക്കാവന്നോ? കസേരയിൽ ഇരുത്തിയിട്ട് തലക്കിടിക്കാനായിരിക്കും. ചേട്ടത്തി എന്നെ ഉപദ്രവിക്കല്ലേ. അറിയാത്ത പൈതലാണ്. അതെ, ഈ അറിവില്ല പൈതത്തെ ഞാൻ എന്റെ സ്ഥാപനത്തിന്റെ MD ആയിട്ട് നിയമിക്കാൻ പോവാ. ചേട്ടത്തി എന്നെ പരിഹസിക്കരുത്. തിന്മ ചെയ്യുന്നവരെ അല്ലയോ കൊച്ചെ പരിഹസിക്കേണ്ടത്? സാധി അങ്ങനെ ദുഷ്ടതയൊന്നും പറഞ്ഞില്ലല്ലോ അതിന്. അപ്പോ മറിയ ചേട്ടത്തി? മറിയ ചേട്ടത്തി കാര്യമായിട്ട് പറഞ്ഞതാ. സത്യം. മറിയ ചേട്ടത്തിക്ക് പ്രായമായി കൊച്ചേ. റിട്ടയർ ചെയ്യാൻ സമയമായി. റിട്ടയർ ചെയ്യാന്ന് വെച്ചാ അതിന്റെ അർത്ഥം നമ്മൾ വിശ്രമിക്കുക എന്നുള്ളതല്ല. നമ്മളിരുന്ന സ്ഥാനത്തിരിക്കാൻ പുതിയ ഒരാൾക്ക് അവസരം കൊടുക്കുക. മനസ്സിലായോ? ഞാൻ സതിക്ക് ആ അവസരം നൽകുക. അയ്യോ അയ്യോ അയ്യോ, മറിയ ദൈവം, മഹതിയാ മഹതി. ഒറ്റ നിമിഷം കൊണ്ട് എന്നെ MD ആക്കിയില്ലേ, MD. പിന്നൊരു കാര്യം, ഒരു കസേരയില് എപ്പോഴും ഇരിക്കേണ്ടവര് വേണം ഇരിക്കാൻ. സതി ഈ MD കസേരയിൽ ഇരിക്കാൻ സർവഥാ യോഗ്യയാണെന്ന് തെളിയിക്കണം. മനസ്സിലായല്ലോ? ഇത്രയും ഫയലുകൾ ഒന്ന് ഒപ്പിട്ട് വെച്ചേക്കണം കേട്ടല്ലോ. ഇത് ഈസി അല്ലേ ചേട്ടത്തി? വെരി വെരി ഈസി. എപ്പോ ഒപ്പിട്ട് തീർത്തെന്ന് ചോദിച്ചാ മതി. പക്ഷേ ഒപ്പിടുന്നതിന് മുമ്പ് മൊത്തം ഒന്ന് വായിച്ച് മനസ്സിലാക്കി പഠിച്ച്. പിന്നെന്താ? എത്ര മണിക്കൂർ വേണം? കഷ്ടിച്ചൊരു 1/2 മണിക്കൂർ. അത് തന്നെ വേണ്ട. അത് വേണ്ട, 1 മണിക്കൂർ ആയിക്കോട്ടെ. പിന്നെന്താ? ഞാനൊന്ന് കറങ്ങി നന്ദി എടുത്തി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇത്രയേ ഉള്ളോ? ഇതിനാണോ പേടിപ്പിച്ച് കളഞ്ഞ എന്നെ? അയ്യോ